എല്ലാ ഇൻഡിവിജ്വൽസിനും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്. ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായിരിക്കാം, ബന്ധങ്ങളിലുള്ള പ്രശ്നമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആണല്ലോ, ജോലിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന മെജോറിറ്റി ആൾക്കാരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അവരൊക്കെ ദൈവത്തിനെ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് വരുമ്പോഴത്തേക്കും ഗോഡ് ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ ഓക്കെ, ദൈവം വന്നിട്ട് പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പം എൻ്റെ കഥാപാത്രം ജിജു എന്ന് പറഞ്ഞ കഥാപാത്രമാണ്, ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു. അപ്പോൾ ഉടനെ ശരി, നിന്റെ ആ പ്രശ്നം തീർന്നു, ഗോഡ് തിരിച്ചു പോകുന്നു. പക്ഷേ ഇതിന്റെ ഈ സ്റ്റോറിയുടെ ഒരു പ്ലസ് എന്ന് വെച്ചാൽ ദൈവം അങ്ങനെയല്ല പ്രശ്നങ്ങൾ തീർക്കുന്നത്. ദൈവം ഇയാൾക്ക് റൂട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നീ ഈ വഴി സഞ്ചരിക്ക്, അവിടുത്തെ ഹേർഡിൽസ് താണ്ടി നീ ഒരിടത്തെത്ത്, അവിടെ വച്ച് നീ തന്നെ കണ്ടുപിടിക്കും അതിന്റെ പരിഹാരം, എന്നിട്ട് നിന്റെ പ്രശ്നം സോൾവ് ആവും. ഈ ദൈവം വല്ലതും അറിയുന്നുണ്ടോ എന്തോ, ഇങ്ങനെയൊക്കെയായിരുന്നോ നമ്മളല്ലേ ക്ലിയർ ചെയ്ത് കൊടുത്തത്. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, ഇതാണ് പോയിന്റ് എന്റെ സൈജുഗർ പ്രസൻസ് വെക്കാനുള്ളത്. ഒരാളെങ്കിലും ഈ പടം കണ്ടിട്ട് അയാളുടെ പ്രശ്നം ഈ റൂട്ടിൽ സോൾവ് ചെയ്യാൻ നോക്കിയാൽ അത് എനിക്ക് വിശ്വാസമുണ്ട് മിനിമം ഒരാളെങ്കിലും അത് അഡാപ്റ്റ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. അയാളുടെ പ്രശ്നം തീരും. ആക്ച്വലി നമ്മൾ ഇന്നർ സെൽഫിനെയാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടത് ആദ്യം. ദൈവം അതാണ് പറയണത്. അല്ലാണ്ട് ഇപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് 24 മണിക്കൂർ നമ്മൾ ദൈവത്തിൻ്റെയൊക്കെ ദൈവത്തിന്റെ പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തിന്റെ ഒറിജിനൽ എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്, എവിടെയാണ് ഇത് അവസാനിക്കുന്നതെന്ന് ഉള്ളത് കണ്ടുപിടിക്കാണ്ട് നമ്മൾ ദൈവത്തിനെ തന്നെ വിളിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല.